എന്താ നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്? നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സമ്പത്ത് എന്താ? ഏറ്റവും വലിയ സമ്പത്ത്? ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്, അല്ലേ? നിങ്ങളിപ്പോ സ്വന്തം കാലിൽ നടന്നിട്ട് ഇവിടെ വന്നിരുന്നു എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ വലിയ സമ്പന്നന്മാരാ. നമുക്കറിയാത്തതാ അതിന്റെ വിഷമം, അല്ലേ? നിങ്ങളിപ്പോ ഇത്ര സമയം ചെവി കൊണ്ട് ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, കണ്ണുകൊണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്തിന്? വിചാരിക്കണ ഒരക്ഷരം ഈ നാവിൽ നിന്ന് അതുപോലെ പുറത്തേക്ക് വന്നാൽ അപ്പൊ നമ്മൾ ഉറപ്പിച്ചൂല, നമ്മൾ സമ്പന്നന്മാര് തന്നെയാ, അല്ലേ? അപ്പൊ പറഞ്ഞു വരുന്നത്, ഈ ആരോഗ്യം എന്ന സമ്പത്തുള്ള കാലത്ത് വേണ്ടതുപോലെ ഭക്തിയെ നമ്മൾ നേടി വച്ചാൽ എന്താ ഗുണം എന്നറിയോ? ആപത്തുകാലത്ത്, അല്ലേ? നാളെ ഒരു കാലത്ത് ഇതുപോലെ സപ്താഹത്തിനൊന്നും വന്നിരിക്കാൻ പറ്റിയെന്നവരില്ല, ഇതുപോലെ ഭാഗവതം കേൾക്കാൻ പറ്റിയെന്നവരില്ല, നാമം ജപിക്കാൻ പറ്റിയെന്നവരില്ല, ഭഗവാനെ കാണല് നടന്നു എന്ന് വരില്ല. പക്ഷേ മനസ്സില് ഒരു സമാധാനം. എന്താ? കണ്ടിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ, ആവണ കാലത്തൊക്കെ ഞാൻ ജപിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ആശ്വാസം ഈ പ്രപഞ്ചത്തില് നമുക്കൊരാൾക്കും തരാൻ സാധിക്കില്ല എന്നാണ് ഭാഗവതം പറയണത്, അല്ലേ? ഇനി ഭാഗവതം പറഞ്ഞു വിചാരിച്ച് നിങ്ങൾ വിശ്വസിക്കൊന്നും വേണ്ട. ഒന്ന് ആലോചിച്ചു നോക്കുക, അവസാന കാലത്ത് നമുക്ക് എന്ത് ചിന്തിച്ചാലാണ് മനസ്സിനൊരു സമാധാനം ഉണ്ടാവുക? അവസാന കാലത്ത് ഇങ്ങനെ കിടക്കുമ്പോ എന്ത് ചിന്തിച്ചാലാ മനസ്സിന് സമാധാനം ഉണ്ടാവുക? കെട്ടിയ വീട് ആലോചിച്ചാൽ സമാധാനം ഉണ്ടാവുമോ? 2500 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ ആലോചിച്ചാൽ എന്ത് സമാധാനം കിട്ടാനാ? ഇല്ല. വാങ്ങിയ കാർ ആലോചിച്ചാൽ എന്താ അറിയില്ല, കാറിനെ കുറിച്ച് മനസ്സിൽ ചിന്തിക്കുമ്പോ എനിക്ക് വലിയ സന്തോഷ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പോട്ടെ, ബാങ്കിലുള്ള ഡെപ്പോസിറ്റ് ആലോചിച്ചാൽ സമാധാനം കിട്ടും? അവസാന കാലത്ത് ഉള്ള സമാധാനം പോകും, അല്ലേ? ഏക്കറക്കണക്കിന് ഭൂമിയുണ്ട്, അവസാന കാലത്ത് അത് ആലോചിച്ചാൽ സമാധാനം കിട്ടുമോ? പോട്ടെ, മക്കളെ കുറിച്ച് ഒരു ആലോചിച്ച അവസാന കാലത്ത് ഇപ്പൊ തന്നെ കിട്ടുന്നില്ല, അപ്പൊ പിന്നെ അവസാന കാലത്ത് കിട്ടുമോ? ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ മനസ്സിനൊരു ഒരു ആശ്വാസം, ഒരു കുളിര് കിട്ടാൻ ഭഗവാനെ ചിന്തിക്കലേ വഴിയുള്ളൂ.